ഹായ്. മാസത്തിൽ 2 3 ബോംബ് പൊട്ടിക്കണം എന്ന് വഴിപാട് പോലെ ചെയ്തുകൊണ്ടിരിക്കുന്ന ധ്യാൻ ശ്രീനിവാസനും അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും മറ്റ് സഹ അഭിനേതാക്കളും. അങ്ങനെയാണ് ധ്യാനിന്റെ ഓരോ പടം വരാറുള്ളത്. അത് വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ട് തന്നെ ഇപ്പൊ ജയിലർ അടക്കം ഇങ്ങോട്ട് എടുത്തു നോക്കിയാൽ ഒരുപാട് പടങ്ങളുണ്ട്, പേരൊന്നും പറയുന്നില്ല, നിങ്ങൾക്കും അറിയാലോ. ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് സിനിമയ്ക്ക് പോയിട്ടുള്ളത്. കയറിയിരിക്കുമ്പോഴും ലാസ്റ്റ് വരെ നമ്മളിത് എന്താവും സംഭവിക്കുക, നമ്മളിതൊരു മലങ്കൾട്ട് പടം കാണുകയായിരിക്കും എന്നുള്ള പ്രതീക്ഷയോടെ ഇരുന്നുകൊണ്ടാണോ എന്നറിയില്ല, വലിയ തിരക്കേടില്ല എന്ന് തോന്നി ചില സ്ഥലങ്ങൾ. എന്ന് വെച്ച് പടം എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ പടം അത്ര പോരാ എന്ന് പറയേണ്ടിയും വരും. അതായത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം, ധ്യാൻ ശ്രീനിവാസന്റെ മറ്റെല്ലാ പടങ്ങളും എടുക്കുക, 1 by 1 ഇങ്ങനെ എടുത്തെടുത്ത് നിരത്തി വെച്ചിട്ട് അതിന്റെ കൂടെ പാർട്ണറും കൂടെ എടുത്ത് വെച്ചാൽ ഇതൊരു വഴിപാട് കഴിക്കലല്ല എന്ന് നമുക്ക് തോന്നും. അതായത് വെറുതെ ഒരു പടം എടുത്ത് വെച്ചിട്ട് ഇപ്പൊ പൊതുവെ മറ്റു പടങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ നമുക്ക് തോന്നും, എന്ത് തേങ്ങയ്ക്കാണ് ഈ പടം ചെയ്തു വെച്ചേക്കുന്നത്, എന്ത് മാങ്ങാത്തോലിയാണ് ഇതിലുള്ളത് എന്ന് നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ചിന്തകളെ കുറച്ചൊക്കെ മാറ്റിവെക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. അത് തുടക്കം മുതൽ ഇങ്ങോട്ട് ഭയങ്കര ടപ്പേ 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 എന്ന് പറഞ്ഞ് ഫാസ്റ്റ് ആയിട്ടാണ് ഈ സിനിമ പോകുന്നത്. അങ്ങനെ ഭയങ്കര ഫാസ്റ്റ്, സോറി, പനിയുണ്ട്, ജലദോഷമൊക്കെ ഉണ്ട്, എന്നിട്ടാണ് ഞാൻ ഇത് പോയിട്ട് കണ്ടത്. അപ്പോ ഈ ഭയങ്കര സ്പീഡിൽ പോകുന്നതുകൊണ്ട് തന്നെ ഈ ലാഗ് അടിപ്പിച്ചിട്ടുള്ള പുഴുങ്ങല് നമുക്കും ഇല്ല, സ്ക്രീനിലിരുന്ന് നടന്മാർക്കും പുഴുങ്ങേണ്ടി വന്നിട്ടില്ല. ആ ഒരു പുഴുങ്ങൽ അവിടെ മാറ്റി കിട്ടി, ഒന്നാമത്തെ പോസിറ്റീവ്. 2, നല്ലൊരു അപ്രോച്ച് വരെ ചെയ്തിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഉള്ള ഒരു സാധനം എടുത്ത് നല്ല രീതിയിൽ പറയണം എന്നൊക്കെ ചിന്തിച്ച് അവരൊരു അപ്രോച്ച് നടത്തിയിട്ടുണ്ട്. അത് രണ്ടാമത്തെ പോസിറ്റീവ്. 3 4 പാട്ടുകളുണ്ട്, അതിൽ 2 കൊള്ളാം, അത് വലിയ കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം പാടിയിട്ടുള്ള സിംഗേഴ്സ് ആണെങ്കിലും ശരി, ആ പാട്ടിന്റെ വരികളൊക്കെ ആയിട്ട് ഒരു ചെറിയൊരു ഫീലിലൊക്കെ ഇങ്ങനെ കേട്ടിരിക്കാൻ സാധിച്ചിട്ടുണ്ട്. അടുത്ത പോസിറ്റീവ്, ഈ സിനിമയുടെ മേക്കിംഗ് എന്ന് പറയാൻ പറ്റില്ല, വിഷ്വൽ, ആ ഒരു ഫ്രെയിംസ് ഒക്കെ ആ തുടക്കം മുതലുള്ള കുറെ നമുക്കിങ്ങനെ ഇത് കുഴപ്പമില്ലല്ലോ, നല്ല ഫ്രെയിം ആണല്ലോ എന്ന് തോന്നുന്ന രീതിയിലുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അവിടെയുള്ള കളറിംഗ് ഒക്കെ വലിയ തിരക്കേടില്ലാത്ത രീതിയിൽ കുറച്ച് സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ 1 2 കഥാപാത്രങ്ങൾക്ക് ഒരു സസ്പെൻസ് കൊടുക്കാൻ ചെറിയ രീതിയിലെങ്കിലും അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നി. പിന്നെ വില്ലനാണെങ്കിലും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അയാൾക്ക് ഒരു മറ്റുള്ള കഥാപാത്രങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഒരു പവർഫുൾ ക്യാരക്ടർ എന്ന രീതിയിൽ കൊണ്ടുവരാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ പിന്നെ ഒരു ജഗപൊകയാണ് സിനിമയിൽ. നല്ലൊരു മേക്കിംഗ് ഉണ്ടായിരുന്നെങ്കിൽ, അതായത് ഒന്നുകൂടെ നന്നായിട്ട് അവർ മേക്കിംഗ് ചെയ്തിരുന്നെങ്കിൽ, അത് എക്സിക്യൂട്ട് ചെയ്തത് വളരെ മോശമാണ്. ലോജിക്ക് എന്ന് പറയുന്ന സാധനത്തിൽ തൊട്ട് തീണ്ടിയിട്ടില്ല. ഒരു ആക്ഷൻ പടം കാണാൻ പോവാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില ജോണർ സംഭവങ്ങളുണ്ട്. ഇപ്പൊ ആക്ഷൻ പടം കാണാൻ പോകുന്ന സമയത്ത് നമ്മൾ അതിന്റെ ലോജിക്ക് നോക്കിയിട്ടൊന്നും കാര്യമില്ല. അടിപ്പടമാണ്, നമ്മൾ അടിപ്പടം കാണാനാണ് പോകുന്നത്. അപ്പോ ഒരു നായകൻ 50 കിലോ ഉള്ള ഒരാൾ വന്ന് ഒരു 70 കിലോ ഉള്ള ഒരാളെ ഇടിച്ചാൽ അയാൾ ഇങ്ങനെ തെറിച്ചു പോകുമോ എന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിലൊന്നും ഒരു കാര്യമില്ല. പക്ഷെ ഇത്തരത്തിലുള്ള സിനിമകൾ ചെയ്യുമ്പോൾ ഒരു സസ്പെൻസ് ത്രില്ലർ അങ്ങനെ ഒരു സാധനമാണ്. ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിന് ഭയങ്കര പ്രാധാന്യമുണ്ട്. അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള ഒരാൾ പോലും തിരക്കഥ എഴുതിയ ആൾക്ക് അത്രമാത്രം ബുദ്ധിപരമായിട്ട് അയാൾ ചെയ്തിട്ടില്ല. അയാൾക്ക് ബുദ്ധി ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഡയറക്ടർ ഈ സംഭവം കേട്ടിട്ട് ഓക്കെ നമുക്കിത് ചെയ്യാടാ മുത്തേ എന്ന് പറയുമ്പോൾ അവിടെയും പുള്ളിക്കാരൻ ചിന്തിക്കണം, ഇത് എങ്ങനെ സംഭവിക്കും, ഇങ്ങനെ വരുമോ എന്നൊക്കെ ചിന്തിക്കണം. അപ്പൊ അതും ഇതിൽ വന്നിട്ടില്ല. ഈ സിനിമ ഒരു ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ ഇവരുടെ ഇന്റർവ്യൂസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇനിയെങ്കിലും ധ്യാൻ ശ്രീനിവാസൻ നന്നാവണം എന്ന് അതിന്റെ ഇടയിൽ ഒരു ആള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്റർവ്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതേ ക്യാപ്ഷൻ ഇന്റർവ്യൂ വന്നിട്ടുണ്ട്, ക്യൂ ആണോ എനിക്ക് അറിയില്ല, ഏതോ ഒരു ചാനലിൽ വന്നിട്ടുണ്ട്. പക്ഷെ ധ്യാൻ നന്നാവില്ല എന്നാണ് പുള്ളിക്കാരൻ പറയുന്നത്. നന്നാവാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് പുള്ളി പറയുന്നത്. അത്തരത്തിലാണ് നമുക്ക് ഈ സിനിമ കണ്ടാൽ തോന്നുക. കാരണം ലോജിക്കലി നമ്മൾ ചിന്തിക്കൂല്ലോ, ഒരു കഥ കേൾക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ എങ്ങനെ സംഭവിക്കും. ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമൊക്കെ പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണ്ടേ മക്കളെ, ഇന്ന കാര്യം എങ്ങനെ വരും. ഒരു ബാങ്ക് ഇന്ന സ്ഥലത്ത് ആദ്യമായിട്ട് തുടങ്ങുമ്പോൾ അതിലെ എന്താ പറയാ റിക്രൂട്ട് ചെയ്യുന്ന ആളുകൾ അവരതിന് ക്വാളിഫൈഡ് ആണോ? സ്വയം നമ്മൾ ചിന്തിക്കില്ലേ, ഞാനൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഞാൻ എനിക്ക് സെലക്ഷൻ കിട്ടിയിട്ടുണ്ട്, അത് പ്രോപ്പർ ആയിട്ടുള്ള വഴിയിലാണോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കൂലേ? അങ്ങനെ പോലും ചിന്തിക്കാത്ത ഒരാൾ, പ്രത്യേകിച്ച് ഇതിൽ മാനേജറായിട്ട് വരുന്ന ആൾ എന്ന് പറയുന്നതിന് മുമ്പ് ഒരു ഫിനാൻസ് കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുള്ള അവിടെ മാനേജറായിട്ട് ഇരുന്ന ഒരാൾ ആണ് ഇവിടെ മാനേജറായിട്ട് വരുന്നത്. അപ്പൊ അയാൾക്ക് അറിയില്ലേ ഇതൊരു ബാങ്കിലേക്കാണ് ഞാൻ പോകുന്നത്, അപ്പൊ അതിന്റെ ക്രൈറ്റീരിയാസ് എന്തൊക്കെയാണ്, അതിന് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ, ഇതൊക്കെ ഒരു കഥാപാത്രം ചിന്തിക്കണ്ടേ? അല്ലെങ്കിൽ ഇയാളെ പൊട്ടനാക്കിയിട്ട് നിർത്തണം. പക്ഷെ ആ പൊട്ടനെ ഒരു ബാങ്ക് മാനേജറായിട്ട് ആരെങ്കിലും നിയമിക്കുമോ? അങ്ങനെ കുറെ സംഭവങ്ങളുണ്ട്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ ഇതിലുണ്ട്. അപ്പൊ ആ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം തരുന്നൊന്നുമില്ല, കിട്ടും, നിങ്ങൾ ആരും പ്രതീക്ഷിക്കാൻ വേണ്ട.
അപ്പൊ സിനിമ നിങ്ങൾ തിയേറ്ററിൽ പോയി കാണണോ ചോദിച്ചാൽ അതിന്റെ ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. നിങ്ങളുടെ താല്പര്യമാണ്, കാണണമെങ്കിൽ നിങ്ങൾക്ക് കാണാം. പക്ഷെ മൊബൈലിൽ ഒരു തവണ കാണാവുന്ന പടം ഉണ്ടോ ചോദിച്ചാൽ ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു തവണയൊക്കെ കണ്ടു നോക്കാം. കാരണം ഈ നേരത്തെ പറഞ്ഞ പോലെ ബോംബ് പൊട്ടിക്കാനായിട്ട് വന്നിട്ടുള്ള പരിപാടിയല്ല. ഇനി പുള്ളിക്കാരൻ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. പക്ഷെ ഇതിന്റെ പിറകിൽ പണിയെടുത്ത ആളുകൾ നന്നാക്കാൻ മാക്സിമം ശ്രമിക്കാനൊരു ശ്രമം നടത്തിയിട്ടുണ്ട്. ആ ശ്രമം വിജയിച്ചിട്ടില്ല എന്ന് ദുഃഖത്തോടെ പറയേണ്ടി വരും. കാരണം അത്ര വലിയ വിജയമൊന്നും ഇതിൽ നടന്നിട്ടില്ല. കാരണം ഈ പറഞ്ഞ ലോജിക്കൽ സംഭവങ്ങളൊക്കെ ഒരുപാട് മിസ്സിംഗ് ഉണ്ട്. പിന്നെ ഇതിന്റെ ക്ലൈമാക്സ് ഭാഗത്ത് ഒരു ആന മണ്ടത്തരൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അത് അതെന്താ ഞാൻ പറയുന്നില്ല, കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ഒറ്റ കാര്യം പറയാം, ആ ഒരു സംഭവം അങ്ങനെ ചെയ്യുമ്പോൾ ഇത് കിലോമീറ്റർ ദൂരത്തേക്ക് കൊണ്ടുവച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. ആൻഡ് ശേഷം വരുന്ന സംഭവം ഒരു ഉദാഹരണം പറയുന്നത് ഗോൾഡ് ആണ്. അങ്ങനെ പറയാം, ഗോൾഡിനൊരു നിറമുണ്ട് അല്ലേ? നമുക്കറിയാം അത് മഞ്ഞ നിറമാണ്, അത് സാധാ മഞ്ഞല്ല, ഗോൾഡൻ മഞ്ഞ വേറെയാണ് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇതൊരു എന്താ പറയാ, മറ്റേ പണ്ട് രസ്നേന്റെ പൊടി കലക്കിയ പോലെ സാധാരണ. ശരി, നിങ്ങൾ എന്തായാലും അത് കണ്ടു തന്നെ അനുഭവിക്കൂ എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ വേറെ രീതിയിൽ പറയുകയാണെങ്കിൽ എന്താ പറയാ, മറ്റ് ധ്യാൻ ശ്രീനിവാസന്റെ പടം ഞാൻ വീണ്ടും എടുത്തു പറയുന്നത്, മറ്റ് ധ്യാൻ ശ്രീനിവാസന്റെ പടങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഫാർ ബെറ്റർ അങ്ങനെയും പറയേണ്ടി വരും. കാരണം അതൊക്കെ ലോക ഉടായിപ്പ്, ലോക അലമ്പ് പടമാണെങ്കിൽ ഇത് നമുക്ക് കുറച്ചൊക്കെ അങ്ങോട്ട് കുറച്ച് കുഴപ്പമില്ലല്ലോ, പുള്ളി ഒരു ശ്രമം നടത്തിയല്ലോ എന്നുള്ള രീതിയിലേക്ക് നമുക്ക് അപ്രിഷിയേറ്റ് ചെയ്യാം എന്നുള്ളത് മാത്രമാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ വേറെ പോസിറ്റീവ്സ് ഒന്നും ഇതിൽ പറയാനില്ല. പിന്നെ തുടക്കത്തിൽ വില്ലനെ കൊല്ലുന്ന ഒരു സീനുണ്ട്. വില്ലൻ എന്ന് വെച്ചാൽ വില്ലനെ അല്ല, അതിലൊരു കഥാപാത്രത്തെ കൊല്ലുന്ന ഒരു സീനുണ്ട്. ആ സീൻ മേക്ക് ചെയ്ത് നോക്കിയിരുന്നു. ക്യാമറ ഇറങ്ങി വരുന്നതും പിന്നെ അതിൽ കാറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് സാധനങ്ങൾ, അത് പോകുന്ന സ്ഥലമാണെങ്കിലും വിഷ്വലി നമുക്ക് ഇത് കൊള്ളാം എന്ന് തോന്നുന്ന ഒരു സംഭവമുണ്ട്. പിന്നെ അഭിനയിച്ചിട്ടുള്ള ആളുകളൊക്കെ മാക്സിമം നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. വില്ലനായിട്ട് വന്നിട്ടുള്ള ആളാണെങ്കിലും നമ്മുടെ നായക കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ള ധ്യാനടക്കമുള്ള ആ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ജോലിക്ക് നിൽക്കുന്ന ഒരു 5 പേരുണ്ട്. ഇവരാണ് പ്രധാനമായിട്ടും കഥനെ മുന്നോട്ട് കൊണ്ടുവന്നത്. അവരാണെങ്കിലും ബാക്കിയുള്ള ആളുകളൊന്നും മോശം എന്ന് പറയുന്ന അഭിനയമൊന്നും ഇതിൽ ഒന്നും വന്നിട്ടില്ല. പിന്നെ ചില സീൻസ്, ബാങ്കിൽ കാണിക്കുന്ന ചില സീൻസ്, നമുക്കൊരു റഷ് കാണിക്കണമല്ലോ, ഒരു സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഒരു അർജൻസി, അതൊന്നും കറക്റ്റ് അങ്ങനെ വന്നിട്ടില്ല. അതുപോലെ സസ്പെൻസ് ആയിട്ട് ഇവര് ഇന്റർവെല്ലിൽ കൊടുക്കുന്ന ഒരു സാധനം എന്താ, അതൊന്നും ഒരിക്കലും സസ്പെൻസ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. കാരണം നമുക്ക് തുടക്കത്തിൽ തന്നെ അറിയാം ഇത് എങ്ങോട്ടാണ് ഇതിന്റെ പോക്ക്, എന്തായിരിക്കും ഇത് സംഭവിക്കുന്നത്, തുടക്കത്തിൽ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്നാൽ പോലും ചില സാഹചര്യങ്ങളിൽ ഇത് ഒരു ഇനി എന്തായിരിക്കും ഇവരിതിന് ഏത് രീതിയിലായിരിക്കും ഇതിന് എക്സിക്യൂട്ട് ചെയ്യാന്നുള്ളൊരു ചിന്ത ഉണ്ടല്ലോ, അതുകൊണ്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഒരു പക്ഷേ ഒരു പരിധി വരെ അവര് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ അവരുടെ അപ്രോച്ച് ചെയ്യാനുള്ള ഒരു ശ്രമം ചിലയിടങ്ങളിൽ കൊള്ളാം, ചിലയിടങ്ങളിൽ പോരാ എന്നുള്ള ഒരു മൊത്തത്തിലൊരു മിക്സ് ആണ് സാധനം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാനൊരു പക്കാ മലങ്കൾട്ട് ഈ അടുത്ത ധ്യാനിന്റെ പടക്കം കാണാൻ പോയതാണ്. അതിൽ നിന്ന് ഒരു വ്യത്യാസം വന്നതുകൊണ്ട് നമുക്ക് കണ്ടിരിക്കാം. പിന്നെ ലാഗ് എന്ന് പറഞ്ഞ സാധനം വല്ലാണ്ട് വന്നിട്ടില്ല. കാരണം പടപട എന്ന് പറഞ്ഞ് പോകുന്നതുകൊണ്ട് ഒരു വലിപ്പിക്കൽ ഉണ്ടായിട്ടുമില്ല. അപ്പൊ പോസിറ്റീവ്സ് ആയിട്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറയാനുള്ളൂ, നെഗറ്റീവ്സ് ആയിട്ട് നിങ്ങൾ കേട്ടല്ലോ. സോ കാണൂ, കണ്ട അഭിപ്രായങ്ങൾ അറിയിക്കും.